അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം, മുഹറത്തിലെ ആദ്യത്തെ 10 ആദ്യ വെള്ളിയാഴ്ച കൂടിയാണ്. വളരെ ശ്രേഷ്ഠതയേറിയ ദിവസം. ഇന്നത്തെ ദിവസം ആരും പാഴാക്കരുത്. അസർ നിസ്കാര ശേഷം ഈ ആയത്ത് ഓതിയാൽ നമ്മുടെ സകല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടും. നാം ഓരോരുത്തരും പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. കടങ്ങൾ കൊണ്ട്, സാമ്പത്തികപരമായി, രോഗങ്ങൾ കൊണ്ട്, കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട്, ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട്, മക്കളുടെ ദുസ്വഭാവം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരാണ്. ഇങ്ങനെ പല പല വിഷമങ്ങൾ സഹിക്കുന്നവരാണ് നാം. വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം മുതൽ മഗ്‌രിബ് വരെയുള്ള സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണല്ലോ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് അസർ നിസ്കാര ശേഷം അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവുമില്ല. അള്ളാഹുവിന് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ലാതാനും. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി അസർ നിസ്കരിച്ച് അതേ പായിലിരുന്നു കൊണ്ട്, കിബ്ലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട്, ആരോടും സംസാരിക്കാതെ, ആരോടും മിണ്ടാതെ, ഏകാഗ്രതമായി ആയത്തുൽ കുർസി 313 തവണ ഒറ്റയിരിപ്പിൽ ഓതി തീർക്കുക. ആയത്തുൽ കുർസിയുടെ മഹത്വം നമുക്കൊക്കെ അറിയാലേ. മഹത്വം ഏറെയുള്ള ആയത്ത് കൂടിയാണ് ആയത്തുൽ കുർസി. അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങൾ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ അത് വളരെയേറെ മഹത്വമേറിയൊരു ആയത്ത് കൂടിയാണ്. ആയത്തുൽ കുർസി ഓതി ദുആ ചെയ്തു കഴിഞ്ഞാൽ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും രോഗങ്ങളും കടങ്ങളും എന്ത് പ്രയാസമായിക്കൊള്ളട്ടെ എല്ലാം ഇന്നത്തെ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ.